നമുക്ക് നമ്മുടെ യൂണിവേഴ്സിൽ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യണം. പക്ഷേ യൂണിവേഴ്സിന്റെ സ്പീഡ് ലിമിറ്റാണ് ഒരു പ്രോബ്ലം. ഈ സ്പീഡ് ലിമിറ്റിന് ഒരു പ്രശ്നമുണ്ട്. ലൈറ്റിന്റെ സ്പീഡിനേക്കാളും സ്പീഡിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ലൈറ്റിന്റെ സ്പീഡിനേക്കാളും സ്പീഡിൽ ട്രാവൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സിൽ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു പ്രതിഭാസത്തിലും നമുക്ക് എത്താൻ പറ്റില്ല. സ്പീഡ് ലിമിറ്റ് ബ്രേക്ക് ചെയ്യാതെ തന്നെ 99.99999% ഓഫ് ദ സ്പീഡ് ഓഫ് ദ ലൈറ്റ് നമ്മൾ ട്രാവൽ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. What happens? That's the most beautiful part of the general theory of relativity and physics. ലൈറ്റിന്റെ സ്പീഡിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സ്പീഡിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ യൂണിവേഴ്സിലെ നിയമങ്ങളൊന്നും വയലേറ്റ് ചെയ്യപ്പെടുന്നില്ല. ആ സമയത്ത് നമ്മൾ വളരെ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, ഡിസ്റ്റൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഗാലക്സിയിൽ നിന്നും ആൻഡ്രോമേഡ ഗാലക്സിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഷ്രിങ്ക് ചെയ്യും. അത് വളരെ ചെറിയ ഷ്രിങ്കിങ് ഒന്നുമല്ല, ഏകദേശം 7000 ടൈംസ് ഷ്രിങ്ക് ചെയ്യും. 2.5 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അകലെയാണ് ആൻഡ്രോമേഡ ഗാലക്സി ഉള്ളത്. ഈ 7000 ടൈം സ്പേസ് ഷ്രിങ്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ ജസ്റ്റ് 350 വർഷം മതി. നമ്മൾ പറഞ്ഞ സ്പീഡിൽ പോകാൻ പറ്റുകയാണെങ്കിൽ. നോട്ട് ദ പോയിന്റ്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സ്പേസ് ടൈമിന്റെ റഫറൻസ് ഫ്രെയിമിന് മാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയമാണിത്. ആ സ്പീഡിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ സ്പേസ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. അതാണ് ആക്ച്വൽ മീനിങ്. ആ സ്പേസ് ഷിപ്പിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ആൻഡ്രോമേഡ ഗാലക്സിയെ നോക്കുന്ന സമയത്ത് ഈ 2.5 മില്യൺ വർഷമൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യില്ല. നമുക്ക് ആകെ 350 വർഷത്തെ അകലം മാത്രമേ അതിൽ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഡിസ്റ്റൻസ് ഷ്രിങ്ക് ആകുന്നത്, സ്പേസ് സ്കിപ്പ് ആകുന്നത്.